നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 5-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് പുണർതം നക്ഷത്രമാണ്. പുണർത നക്ഷത്രം പൊതുവേ നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ആഴ്ച ശനിയാഴ്ചയാണ്. ശനി എന്ന് പറയുമ്പോൾ മന്ദനാണ്. മന്ദൻ എന്ന് പറയുമ്പോഴോ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഇഴച്ചിലുണ്ടാവും. കാര്യങ്ങൾ സാവകാശമേ നടക്കത്തുള്ളൂ, പതുക്കെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഓരോന്നിനും ഡിലേ ഉണ്ടാവും, പലതരത്തിലുള്ള അസ്വസ്ഥതയുണ്ടാവും. അതുകൊണ്ട് ഇന്ന് വളരെ സൂക്ഷിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. മീനമാസത്തിലെ പുണർതം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ദോഷപ്രദമായ വർഷമാണ്. വളരെ സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തും, മാനസിക അസ്വസ്ഥതയുണ്ടാവും, ശത്രുക്കളുടെ എണ്ണം കൂടും. അതേപോലെ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ നമുക്ക് വന്നു ചേരും. അത്രയും വിഷമ അവസ്ഥകളെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകണം. നമ്മൾ എന്തിനാണ് ഇത് അറിയണത്? രാവിലെ നിങ്ങളെ വിളിച്ചുണർത്തി, രാവിലെ ഇന്ന് പുണർത നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ വിളിച്ചുണർത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ കഷ്ടതയാണ് എന്ന് പറയാനല്ല, നമുക്കതിനെ എങ്ങനെ പരിഹരിക്കപ്പെടാം, അതാണ് ആചാര്യന്മാർ എഴുതി വെച്ചത്. അങ്ങനെ വന്നിട്ടുള്ളവർ ശനിയാണ് നമ്മളെ ആക്രമിക്കാൻ കാരണം, ശനിയാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശനിയെ തന്നെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് ശനിയാഴ്ച നീരാഞ്ജനം കത്തിച്ച് കൊണ്ടുപോകണം. ഈ ഒരു വർഷക്കാലവും രാവിലെ സൂര്യഭഗവാനെ തൊഴണം. ശനിയുടെ പിതാവാണ് സൂര്യൻ. ഇപ്പോൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. ഒരു ശനീശ്വര യന്ത്രം, ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. ഇതൊക്കെ ചെയ്തു പോയാൽ നിങ്ങൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോവും. അതുപോലെ ഇന്നും നമുക്ക് സമയം നല്ലതല്ല. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. കലണ്ടറിൽ രാഹുകാലം 9 മണി മുതൽ 10:30 മണി വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും 9 മണി 25 മിനിറ്റ് തൊട്ട് രാഹുകാലം തുടങ്ങും. അതുപോലെ 10 മണി 56 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം യാത്രയ്ക്ക്, പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ്, യാത്രയ്ക്ക് മാറ്റിവെക്കുക. അതുപോലെ യമകണ്ഠ കാലവും ഗുളികകാലവും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് വിഷാംശം കൂടുതലുള്ളവരാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും കൂടി ശനിയുടെ ബന്ധം, ശനി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ദിവസം ആയതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. ഗുളികകാല സമയം വരുന്നത് 6 മണി 23 മിനിറ്റ് തൊട്ട് 7:54 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1 മണി 58 മിനിറ്റ് തൊട്ട് 3 മണി 29 മിനിറ്റ് വരെയും. ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്, ഇന്നും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12 മണി 3 മിനിറ്റ് തൊട്ട് 12 മണി 51 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമുണ്ട്. ഇന്ന് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള നിർബന്ധമായ ഒരവസ്ഥ വന്നാൽ മാത്രമേ അഭിജിത്ത് മുഹൂർത്തവും എടുക്കാവൂ. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് നമ്മൾ പോകുമ്പോഴും വസ്ത്രത്തിൽ കറുത്ത തുണിയോ അല്ലെങ്കിൽ നീല തുണിയോ വസ്ത്രത്തിൽ നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അത് ഷർട്ടായിട്ടായാലും പാൻറ്റായിട്ടായാലും ഷോളായിട്ടായാലും ബ്ലൗസായിട്ടായാലും, ഇല്ലെങ്കിൽ ഒരു കറുത്ത തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. ഇത് നമ്മളിലേക്ക് ശനിയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.